ജീവകാലം നിങ്ങൾ എന്നോട് കെട്ടിയിടും. എന്തായാലും അധിക നാളുണ്ടാവില്ല, കൂടി വന്നാൽ ഒരു 2-3 ദിവസം. അത് കഴിഞ്ഞാൽ നിന്നെ തുറന്നു വിടും. അത് കഴിഞ്ഞ പിന്നെ നീ ഫ്രീയാ, തടക്ക് പോയി റെസ്റ്റ് എടുക്കാം. ആ ഗംഗാര, ഇവൻ ഇനി അപ്പുറത്ത് റൂമിൽ ഇട്ടാൽ മതി. 2 ആളും കൂടി വേണ്ടിയും പറഞ്ഞ് ആ റൂമിലിരുന്നോട്ടെ. അല്ല, അവന്മാർ രണ്ടുപേരും ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നു? എന്ത് പ്ലാൻ ചെയ്യാൻ? ഇതിനു മുമ്പ് എന്താണോ ചെയ്തത് അത് തന്നെ അങ്ങ് ചെയ്യാം. ശരി, എന്നാൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ആ അഡ്രസ്സ് എഴുതിയ പേപ്പറും അതിന് പുറകിലുള്ള ആ ചിത്രവും അവൻ എവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഒരു ഐഡിയ ഇല്ല, പക്ഷെ ആ ചിത്രത്തിലുള്ള കുട്ടി പക്ക പെർഫെക്റ്റാ. ആ പേപ്പറിന് നല്ല പഴക്കം തോന്നിക്കുന്നുണ്ടോ? പഴക്കം ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഫോണിലാണ് ആ ഫോട്ടോ കാണിച്ചത്. ഫോട്ടോയോ? അപ്പൊ പേപ്പർ അവൻ്റെ കൈ കാണില്ല, അത് മറ്റെവിടെയോ ആണ്. ആയിരിക്കണം. ആ കുട്ടിയുടെ ഒപ്പം ഒരു പാവയുടെ ചിത്രവും ഉണ്ടായിരുന്നു. പാവയോ? ഇങ്ങനത്തെ പാവ? ഇപ്പോഴത്തെ കുട്ടികളെ കളിക്കുന്ന ഒരു പാവല്ലേ, മുള്ളക്കുള്ള ഒരു ടൈപ്പ്, അത് ആ സൈസ് എടുപ്പണം. കള്ളിമുൾ ചെടിയാണോ? ആ, അത് തന്നെ, അത് തന്നെ. എന്ത് പറ്റിയത്? ആ ടാറ്റക്സ് പാവ ഞാൻ വാങ്ങിക്കൊടുത്തതാ. ഓ, പാവ അവരുടെ പാവയല്ലേ? എന്നിട്ട് ആ പാവപ്പ എവിടെ? കുറച്ച് കാലത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആദ്യ കാലത്തൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ സ്വപ്നത്തിൽ അതെന്നെ വന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങി. ഒരു ദിവസം ആ ചെറുക്കൻ എൻ്റെ മൊബൈൽ മോഷ്ടിക്കാൻ നോക്കി. അതിനുള്ളത് അന്നേ ഞാൻ കൊടുക്കുകയും ചെയ്തു. നിന്റെ എപ്പോഴൊക്കെ ഞാൻ ആ ചെറുക്കനെ തല്ലുന്നോ അപ്പോഴൊക്കെ രാത്രി ആ കാറ്റക്സ് പാവം തന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി. അതോടെ ആ തല്ലുന്നതും ഞാൻ നിർത്തി. പിന്നീട് രാത്രി ആ സ്വപ്നം കാണുന്നതും പേടിപ്പിക്കലും ഒക്കെ നിന്നു. പക്ഷെ വീണ്ടും ഒരു ദിവസം ഗ്ലാസ് നിലത്തിട്ട് പൊട്ടിച്ചതിന് ഞാൻ അറിയാതെ അവനൊന്ന് തല്ലി. അന്ന് രാത്രി ഞങ്ങൾ തിരിച്ചടി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു.
അതും പ്രതീക്ഷിച്ചാണ് ഞാൻ കിടന്നുറങ്ങിയത്. പക്ഷേ പ്രതീക്ഷകൾ തെറ്റി. അന്ന് രാത്രി ഒന്നും സംഭവിച്ചില്ല. ഞാൻ ആ കാറ്റക്സ് ബാവയുടെ അരികിലെത്തി. ഓ, ബാറ്റ് ഉണ്ടെങ്കിൽ പാവ പ്രവർത്തിക്കുള്ളപ്പോൾ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അതല്ല. ഈ ചെറുക്കൻ്റെ ചിത്രവും ആ പാവയുടെ പടവും അതിന്റെ പുറകിലുള്ള അഡ്രസ് ഉണ്ടല്ലോ, പുറത്ത് ആർക്കും അറിയില്ല. പിന്നെ ഇവർക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിപ്പോൾ എങ്ങനെയായാലും അവർ നമ്മളെ കസ്റ്റഡിയിലായല്ലോ, പിന്നെ എന്താ? അത് ശരിയാണ്. പക്ഷെ എൻ്റെ പേടി അതല്ല. ഈ രഹസ്യങ്ങൾ അറിയാവുന്ന ഇവരെ പോലുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടാവോ? അതറിയണമെങ്കിൽ അവനെ കുറിച്ച് കൂടുതൽ അറിയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ കുറിച്ചൊന്ന് പോയിട്ട് അന്വേഷിച്ചിട്ട് വരാം. വരുന്നുള്ളത് അല്ല, അവന്റെ വീട് എവിടെയാന്നാ പറഞ്ഞത്? കാളമുക്കട്ട സ്കൂളിൻ്റെ അടുത്താ. പക്ഷെ ആ വീട് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ വാടകയ്ക്കാ താമസം. അത് സാരമില്ല, വിവരങ്ങളറിയാൻ അവിടെ നാട്ടുകാരോട് ചോദിച്ചാൽ മതിയോ? നമ്മൾ അന്ന് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇതിലുള്ളത്. പിന്നെ ഇത് മാത്രമാണ് പുതിയത്. ഈ കഥ അച്ചച്ചൻ പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു, പക്ഷെ ഇതിൻ്റെതാ ഈ അവസാന ഭാഗം ഒന്ന് വായിച്ചു. ഇവർ കുറച്ചു നാളുകളായി സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെട്ട് മാനസിക സംഘർഷത്തിലായിരുന്നു എന്ന് മുൻ മാനേജറും ഇപ്പോഴത്തെ ഓണറുമായ അനിൽ പ്രസാദ് പറഞ്ഞു. അപ്പൊ എസ്റ്റേറ്റിന്റെ ഇപ്പത്തെ ഓണർ അവിടുത്തെ പഴയ മാനേജർ ആയിരുന്നോ? അതെ, പക്ഷെ എന്റെ സംശയം അതല്ല. ഈ പഴയ മാനേജർ പോസ്റ്റിൽ ഇരുന്ന ഒരാൾക്ക് ഈ എസ്റ്റേറ്റ് വാങ്ങാനൊക്കെ എങ്ങനെ ക്യാഷ് ഉണ്ടാവുക? അതല്ല, എസ്റ്റേറ്റ് വിറ്റ കടമൊക്കെ വീട്ടാൻ പറ്റൂലേ? പിന്നെന്തിനാ അവര് മരിച്ച്? അതാണ്, ഒന്നിനൊരു ഉത്തരമില്ല. ആകെ മൊത്തം ദുരൂഹതകൾ മാത്രം. അപ്പൊ ഇതിനെയാണോ ദുർമരണം എന്ന് പറയുന്നത്? അതെ. ആ ദത്തെടുത്ത കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ ഇതിലെങ്ങാനും? അതറിയാനാ ഞാനിതെല്ലാം അരിച്ചു പറക്കിയത്. പക്ഷെ അത് മാത്രം എവിടെയില്ല. അയാൾ ഇവിടുത്തെ പഴയ ആളല്ലേ, ആ ഒരു കണക്ഷൻ വെച്ചറിഞ്ഞായിരിക്കും. അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാൻ ആരും ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വയ്ക്കുമ്പോ ചേട്ടായിക്ക് എന്താ തോന്നണേ? ഇതും കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. GK എസ്റ്റേറ്റ് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത നജീം ഖാദറിന്റെയും ഭാര്യ സുഖൈബയുടെയും മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് സുഖൈബയുടെ സഹോദരൻ പോലീസിൽ പരാതിപ്പെട്ടു.
തൻ്റെ അറിവിൽ അവർക്കൊരു രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. പോലീസ് പരാതി സ്വീകരിച്ച് കേസെടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊരു കുഴപ്പം പിടിച്ച കേസാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ഗംഗാധരൻ നായരെ പിടിച്ച് ശരിക്കൊന്ന് കുടഞ്ഞ സത്യങ്ങൾ പുറത്തു വരില്ലേ? അത് വരും. പക്ഷെ അയാളൊന്ന് കണ്ടു കിട്ടണ്ടേ? അയാൾ വീടും പൂട്ടി മുങ്ങിയിട്ട് ഇന്നേക്ക് 3 ദിവസമായി. അല്ലേട്ടാ, ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അർജുനെ കണ്ടുപിടിക്കാൻ വൈകിച്ചൂടാ. ആ എസ്റ്റേറ്റിലൊന്ന് പോയി നോക്കിയാലോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ പോയി നോക്കുന്ന റിസ്ക്കാ. എന്തോ സംഭവിക്കാം. നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. എന്തെങ്കിലും ഒരു വളഞ്ഞ വഴി കണ്ടുപിടിക്കണം. അതെ, വളഞ്ഞ വഴി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മൈൻഡ് ചെയ്യാതെ പോയി. അല്ലെല്ലാം എൻ്റെ ഐഡിയക്കൊന്നൊരു വിലയില്ലല്ലോ. അർജുമാവൻ ഇപ്പൊ എവിടെയായിരിക്കും? അർജുമാമൻ ആരെങ്കിലും അർജുമാമനെ തല്ലി ബോധം കെട്ടി എവിടെയിലോട്ടുണ്ടാവും. അല്ല പിന്നെ എന്തിനാണ് നമ്മൾ കെട്ടിട്ടേക്കണേ? ഞാനാ സുരേഷേട്ടാ, അർജു. അർജു അർജു എന്താണ് ഇവിടെ സംഭവിക്കണേ? ഞാനാ വീടിന് അഡ്വാൻസ് കൊടുക്കാൻ വന്നാണ്. അവരെന്നെ തല്ലി ബോധം കെടുത്തിട്ടാടാ. അതൊക്കെ വലിയ കഥയാ, പിന്നെ പറയാ. ആദ്യം നമുക്ക് ഇവിടുന്ന് ചാടണം, അല്ലെങ്കിൽ അവർ നമ്മളെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. എന്താ കാരണം എന്ന് പറയടാ. അല്ല, അതിന് നമ്മളെ കൊന്നിട്ട് എന്താടാ? ഇതൊന്നുമല്ലാതെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് സുരേഷേട്ടാ. അതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളിവിടുന്ന് പുറത്ത് ചാടണം. പക്ഷെ എങ്ങനെ ചാടും? കയ്യും കെട്ടിരിക്കുകയാണ്, വാതിലും പൂട്ടിയിട്ടുണ്ട്. പുറത്താണെങ്കിൽ അവരും പട്ടികളും. പട്ടികൾ പ്രശ്നമല്ല, അവരും. ഈ കെട്ടും ഈ വാതിലിന്റെ ലോക്കാണ് പ്രശ്നം. കെട്ട് ഞാനേക്കാം, പക്ഷെ വാതിലിന്റെ ലോക്ക്. കെട്ടഴിഞ്ഞ വാതിലിന്റെ ലോക്ക് ഇറക്കാൻ എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. എനിക്ക് കെട്ട് ഞാനേക്കാം. എന്നിട്ട് തിരിഞ്ഞു നിൽക്ക്. എന്നിട്ട് ആ കെട്ട് എൻ്റെ വായിൻ്റെ മാറ്റിക്കണ. ഓക്കെ. എടാ, എന്ത് കെട്ടേക്ക്? ഒരു മിനിറ്റ്, എന്നെ തലക്കെട്ട് പന്നി. അയാളത് പോയപ്പോ പുറത്തുനിന്ന് കൂട്ടി പോയതാണ്. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ വാ, നമുക്ക് അടുക്കള വഴി പോവാം. അടുക്കള ആരും പുറത്തുനിന്ന് കൂട്ടാറില്ലല്ലോ. ഞാനപ്പോഴേ പറഞ്ഞില്ലേ, നമുക്ക് ഇപ്പുറം കുറച്ചും കൂടെ പോവാം. എൻ്റെ വണ്ടി താഴത്താ. അയ്യോ
എൻ്റെ വണ്ടി മുൻവശത്താ. അത് പിന്നെ ഇപ്പം അങ്ങനെ വന്ന് എടുത്താൽ പോരെ? പിന്നെ എടുക്കൽ നടക്കില്ല, നമുക്ക് ഇപ്പോൾ പോയി എടുക്കണത്. അയാൾ വന്നാലോ? അയാൾ ജീപ്പിലല്ലേ വരിക, നമുക്കത് ദൂരന്ന് കാണാലോ. ആ ശരി വാ. സുരേഷേട്ടാ, നമ്മൾ അന്ന് കേട്ട അതേ ശബ്ദം. മാമ എന്നെ കൂടി കൊണ്ടുപോവോ പ്ലീസ്? നീ പോന്നേ, നമ്മൾ വണ്ടി എടുത്ത് വേഗം പോണം. മാമ എന്നെ കൊണ്ടോ, അല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും. അർജു വേണ്ട കേട്ടോ, നമുക്കിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടാം. കുട്ടീനെ വന്ന് നമുക്ക് പോലീസിനെ കൊണ്ട് രക്ഷപ്പെടുത്താം. മോനെ ഏതാ? ഇവിടുത്തെ ആളുടെ മോനെ? എന്റെ പെമ്മി മരിച്ചുപോയി. അപ്പൊ ഇവിടെ ഉള്ള ആള്? അത് ഞങ്ങളുടെ പണിക്കാരനാ, ഹണിമാമൻ. ഇയാളെന്തിനാ മോനെ ഇവിടെ പൂട്ടിട്ടിരിക്കണേ? അറിയൂല, പക്ഷെ എന്നെ എപ്പോഴും തല്ലും. അർജു വാടാ പോവാ. മാമ പോവല്ലേ, എന്നെയും കൂടി കൊണ്ടോ? ഈ ചെങ്ങായി ചങ്ങല. സുരേഷേട്ടൻ അഴിക്കാൻ കിട്ടുന്നില്ലല്ലോ. അർജു മോന്റെ പേരെന്താ? ആദൽ നജീബ്. എങ്ങനെ മോന്റെ ഉപ്പയമ്മ മരിച്ചത്? പെമ്മി മരിച്ചതോ? അവനോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവനൊന്നും അറിയില്ല. അവൻ കൊച്ചു കുഞ്ഞല്ലേ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ചാകാൻ പോകുന്നവരുടെ അന്ത്യാഭിലാഷായി ഞാനതങ്ങ് കണക്കാക്കിക്കോളാം. ഈ ദത്തുപുത്രന്റെ തന്തയോട് അന്നേ ഞാൻ ചോദിച്ചതാ, ഈ എസ്റ്റേറ്റിൽ നിന്ന് 1-2 ഏക്കർ എനിക്ക് എഴുതിത്തരാൻ. അപ്പം അവനത് പറ്റൂല. നിങ്ങളിൽ ആരെങ്കിലുമാണ് എൻ്റെ സ്ഥാനത്തേക്ക്, ആ സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾ എന്താ ചെയ്യുക? എല്ലാരും ചെയ്യുന്നത് ഞാൻ ചെയ്തു. അവന്റെ അമ്മയുടെ ഒരു കാക്കസ്പാവ. അല്ല, സാറൊന്നും പറഞ്ഞില്ല. ഈ വർഷം തന്നെ വീട് പണി തുടങ്ങണമെന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ അതിപ്പോൾ നടക്കൂല. ഓൾറെഡി കമ്പനി ഇപ്പോൾ നഷ്ടത്തിലാണ്. മാത്രമല്ല കണക്കൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ പ്രശ്നമാണ്. ഒരുപാട് മിസ്സിങ് ഉണ്ട്. അതുകൊണ്ട് ഇത് ആദ്യം ശരിയാക്കിയിട്ട് വാ, അല്ലെങ്കിൽ അനിൽ ജയിലിൽ കിടക്കേണ്ടി വരും. 38 ലക്ഷം രൂപയുടെ ഷോർട്ടാ വന്നത്. സാറെന്താ പറയുന്നത്? ഞാൻ മുക്കിന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. ആ 38 ലക്ഷം രൂപ കണക്ക് കയറിയിട്ടില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന പോലീസ് കേസിൽ അത് വരും. നജീംക്ക, അല്ലേട്ടൻ അങ്ങനെ ചെയ്യൂല. എന്നാ പിന്നെ എവിടെ പോയി ആ 38 ലക്ഷം എടുത്തോ? ഒരാഴ്ച ഞാൻ സമയം തരും. അതിനുള്ളിൽ 38 ലക്ഷത്തിന്റെ കണക്കിന് കിട്ടണം. മനസ്സിലായല്ലോ? അല്ലേട്ടാ, നാളെയാണ് മോന്റെ ബർത്ത്ഡേ. ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് വാങ്ങാൻ മറക്കല്ലോ കേട്ടോ. ഇന്ന് തന്നെ വാങ്ങി. ഞാനൊന്നും മറന്നിട്ടില്ല. വാങ്ങാം. മോനെന്തേ ഉറങ്ങിയോ? ആ ഉറങ്ങി. ഞാൻ ആ പാട്ട് പാടിപ്പാടി മടുത്ത്. ഈ എന്താ ഗിഫ്റ്റ് വാങ്ങണ കാര്യം പറഞ്ഞല്ലോ, എന്തത്? വേറെന്താ, അവന് ഇഷ്ടപ്പെട്ട ക്യാറ്റസ് ബാവ തന്നെ.
അല്ലേട്ടനാവും. ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് കൊണ്ടുവന്നതാവും. ഞാൻ പോയി നോക്കാം. നിങ്ങളിനി പോയി നോക്കി സീനാക്കണ്ട. നജീംക്ക ഒന്നിങ്ങോട്ട് വന്നാ. $38 കണക്ക് ശരിയായിട്ടുണ്ട്. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ അതോ? ഇല്ല സാറേ, പൈസ നാളെ തരാം. ക്യാഷ് ബാങ്കിലാ. മതി. ഇതാ ശരി. ഗുഡ് നൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ അല്ലേട്ടൻ പാവാണ്. പാവം. കുട്ടി എവിടെ? അടച്ചോനെ എന്റെ കുട്ടി. ഞാൻ പറഞ്ഞല്ലേ സാറേ, ആ സ്ഥലം എനിക്ക് അങ്ങ് എഴുതി തന്നേക്കുന്നു. പേടിക്കണ്ട, ഇതുവരെ നിങ്ങളത് എത്തുപുത്രനൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. കുഞ്ഞിനെ വെച്ച് കളിക്കല്ലേ. മോൻ വരും, തിരിച്ചു വരും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ. പക്ഷെ അതിനു മുമ്പ് ഒരു സ്ഥലം രജിസ്ട്രേഷൻ ഉണ്ട്. എന്ത് വേണമെങ്കിലും തരാം. കുട്ടികളില്ലാത്ത ഞങ്ങൾക്ക് പടച്ചോന്നല്ലോ അവനെ. ഞങ്ങളുടെ എല്ലാ മുതലും തരാം. ഞങ്ങളുടെ കുട്ടീനെ ഞങ്ങളൊന്നും ചെയ്യരുത്. പുഷ്പം കണ്ണുകൾ തുറക്കവേ ഒരു കളിപ്പാവതൻ ചിരി കേൾക്കുന്നുവോ നീ? പാടാത്ത നാദത്തിൽ പാടുന്നു ഞാൻ, ഇരുളിൻ മറയിൽ നിന്നെ കാത്തിരിപ്പു. രജിസ്ട്രേഷൻ കഴിഞ്ഞു, സ്വത്തും എൻ്റെ പേരിലായി. ഞങ്ങളെ കുട്ടിയെത്താ. മോനവിടെ തൊട്ടി കിടപ്പുണ്ട്. ഞങ്ങളെ കുട്ടിനെ എന്താ ചെയ്യണ്ട? എന്റെ കുട്ടിയുടെ നിങ്ങൾ ചോദിച്ചതൊക്കെ തന്നില്ലേ? ഗംഗാധര, നിങ്ങൾ ഞങ്ങളോട് ചെയ്യണല്ല. എന്റെ കുട്ടിയുടെ
അച്ഛനുണ്ടമ്മയുണ്ട്. നീ ഉറങ്ങിക്കോ, ഞാൻ വരുന്നു, വീണ്ടും വരുന്നു, വീണ്ടും വീണ്ടും. പാതിരാ പുഷ്പം കൺകൾ തുറക്കവേ, ഒരു കളിപ്പാവതൻ ചിരി കേൾക്കുന്നുവോ നീ? പാടാത്ത നാദത്തിൽ പാടുന്നു ഞാൻ ഇരുളിൻ മറയിൽ